ഹലോ, ഇന്ന് ഞാൻ ഒരു കൂണിൻ്റെ റെസിപ്പിയായിട്ട് വരികയാണേ. നമുക്കൊരു കൂണ് വരട്ടിയത്, പെട്ടെന്ന് തന്നെ വരട്ടുന്നത് എങ്ങനെയെന്ന്. കാരണം നമുക്ക് പെട്ടെന്ന് ചോറൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ജോലി സ്ഥലത്തേക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കൂണ് വരട്ടുന്നത് നമുക്ക് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഞാൻ ദാ ഇതിലേക്ക് ഒരു ഫ്രൈ പാൻ വയ്ക്കാൻ പോവുകയാണ്. അതിനിടയ്ക്ക് ഞാൻ ഈ സാധനം ഒന്ന് കാണിച്ചു തന്നിട്ടായിക്കോട്ടെ. ദാ കൂണ് ഞാൻ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. 200 കൂണാണ് കേട്ടോ ഇത്. കൂണ് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് അരിഞ്ഞ് വെച്ചു. ഒരു സബോള, 2 പച്ചമുളക്, 1 ഇഞ്ച് വലിപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 8 അല്ലി വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും വേണം നല്ല ഇതായിട്ട് മുന്നോട്ട്, വെളുത്തുള്ളിയുടെ സ്മെല്ല് മുന്നോട്ട് നിൽക്കണം. ഇനി നമുക്ക് അതിന് ചേർക്കുന്നത് മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇതും നമ്മളിവിടെ വീട്ടിൽ തയ്യാറാക്കിയെടുത്ത പൊടികൾ തന്നെയാണ് കേട്ടോ. ഗരം മസാലയും നമ്മൾ തയ്യാറാക്കിയെടുത്തത് തന്നെയാണ്. പിന്നെ ഈ കൂണ് എൻ്റെ ആങ്ങളുടെ മകൻ കൃഷി ചെയ്തതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് പൊടികളോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾ വാങ്ങാറില്ല. ഈ സ്പൂണിന് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി കടുകിടുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് സബോള ഇടാം. കടുക് പൊട്ടി സവോള നമുക്കത് മൂപ്പിച്ചെടുക്കാം. അതേപോലെ മൂപ്പിക്കുക എന്ന് പറയുമ്പോൾ കണ്ടമാനം വേണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. നമ്മളിത് വരട്ടുകയാണല്ലോ, അപ്പം നമുക്കതൊന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. അതുപോലെ കൂണ് ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. കൂണ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എൻ്റെ ആങ്ങളുടെ മകനാണ് കൃഷി ചെയ്യുന്ന. വളരെ ഹൈനീജിക്കായിട്ടാണ് അത് ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ആവശ്യമുള്ളവർക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അടുത്ത വീടുകളൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുത്തരുന്നതായിരിക്കും. ഹൈജീനിക്കായിട്ട് നല്ല വൃത്തിക്കുണ്ടാക്കുന്ന സാധനമാണ്. ഇനിയിപ്പോൾ രണ്ട് രീതിയിലും അങ്ങ് പറഞ്ഞേക്കാമെന്ന് കരുതിയിട്ടാണ്. എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ താമസിച്ചത്. പനിയും കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു, ഒച്ചയടപ്പൊക്കെ ആയിരുന്നു. അപ്പം ഡബ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ ഇത് റെസിപ്പീസ് ഇടാതിരുന്നത്. അപ്പം ഞാൻ പിന്നെയും തുടങ്ങുകയാണിന്ന്. ഞാൻ സബോള ഒരുവിധം വഴന്ന് വന്ന് അതിനകത്തേക്ക് ഞാൻ വെളുത്തുള്ളി ഇടുകയാണ്. ഈ വെളുത്തുള്ളിയും കണ്ടമാനം മൂത്ത് പോകരുത്. വെളുത്തുള്ളിയും സബോളയൊന്നും അധികം മൂത്തരുത്. മൂത്ത് പോകുന്നതിൻ്റെ ടേസ്റ്റല്ല ഇതിന് വേണ്ടത്. ഒന്ന് വഴന്ന് വരുന്ന അതേ ടേസ്റ്റാണ് ഇതിന് വേണ്ടത്. നല്ലോണം മൂത്ത് പോവാതെ നമുക്ക് നല്ലപോലെ ഇത്രയും മതി. ഇത്രയും വഴന്ന് കിട്ടിയാൽ മതി. നമുക്ക് ഇനി ഇതിനകത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം. അതായത് ഇഞ്ചി, പച്ചമുളക് നമുക്ക് ചേർക്കാം. ഇതും കണ്ടമാനം മൂക്കാൻ സമ്മതിക്കരുത്. ഇതും വെന്ത് വരികയേ ചെയ്യാവുള്ളൂ. ഒത്തിരി മൂത്താൽ വേറൊരു മണം വരും. അതുകൊണ്ടാണ് അങ്ങനെ മൂപ്പിക്കാതെ എടുക്കുന്നത്. മണമല്ല, അതിൻ്റെ ടേസ്റ്റിനും മാറ്റം ഉണ്ടാകും. ഇത് വരട്ടുന്ന സമയത്ത് ഇതെല്ലാം തന്നെ ആ സമയത്ത് നമ്മൾ നല്ലോണം ഫ്രൈ ആക്കുകയാണെങ്കിൽ ഇതെല്ലാം മൂപ്പിച്ച് നമ്മൾ ചേർക്കുക. ഇത് ഫ്രൈ അല്ല, എന്നുവെച്ചാൽ ഒന്ന് വരട്ടിയെടുക്കുന്നു, അത്രയേ ഉള്ളൂ. നമ്മളിത് ആ മുളക് പൊടി അതിലേക്ക് ഇടുകയാണ്. മുളക് പൊടി നല്ലോണം മൂത്ത് വരണം. മുളക് പൊടി അതിനകത്തേക്ക് ഇടുകയാണ്. ആ എണ്ണയ്ക്കകത്തേക്കിട്ട് അങ്ങ് മൂപ്പിക്കുകയാണ്. അതേപോലെ തന്നെ മല്ലിപ്പൊടി അതെല്ലാം കൂടിയിട്ടൊന്ന് ശരിക്കും അങ്ങ് മൂപ്പിച്ചെടുക്കുക. ഗരം മസാലപ്പൊടിയാണ്, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി. ഗരം മസാലപ്പൊടി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ അതിനകത്ത് കുരുമുളക് കൂടുതൽ ചേർത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇച്ചിരി കുരുമുളക് പൊടിച്ചിടുമായിരുന്നു. ഇതിന് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇനി ഇതിലേക്ക് കൂണിടുകയാണ്. ഇതെല്ലാം കൂടെ വഴുന്നതിലേക്ക് കൂണിടുകയാണ്. കൂണിട്ട് നല്ലവണ്ണം ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് അത് തിളച്ച വെള്ളം, പച്ചവെള്ളം നമ്മൾ ഒരു കറിക്കകത്തും എടുത്തൊഴിക്കരുത്. ഫ്ലാസ്കിനകത്ത് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാകും. ഇനി ആ വെള്ളമാണ് ഇതിനകത്ത് ചേർക്കുക. ഫ്ലാസ്കിലുള്ള വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് അടച്ച് വെക്കാനേ ഉള്ളൂ. വെള്ളം ചേർക്കുകയാണ്. വെള്ളം ചേർത്ത്
ഇതിനകത്ത് പാകത്തിന് നമുക്ക് ഉപ്പും ചേർക്കാതെ വെള്ളമെല്ലാം കറക്റ്റായിട്ടുണ്ട്. അത് ഞാൻ ചരിച്ച് കാണിച്ചു തന്നെ. ഉപ്പും പാകത്തിന് ചേർത്ത് ഇനി നമുക്കത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് നമുക്കങ്ങ് വേവിക്കാം. ഒരുപാട് നേരം വേകാനൊന്നുമില്ല. നല്ല ഇളം കൂണാണ്. കുറച്ച് നേരം വെന്താൽ മതി. നല്ല നമുക്ക് ഈ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അതേ ടേസ്റ്റ് ഇതിന് കിട്ടും. ബീഫ് ഫ്രൈ അല്ല, ബീഫ് വിരളൻ ഉണ്ടാക്കി അതേ ടേസ്റ്റ് കിട്ടും നമുക്കിതിന്. ബീഫൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ വളരെ ഇഷ്ടപ്പെടും. നമുക്ക് ചോറിന് കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. കണ്ടോ, ഇത് നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്താൻ പോവുകയാണ്. നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാവരും കാണണം, ചെയ്ത് നോക്കണം. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനൽ കാണണം, എൻ്റെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാവരും കാണണം കേട്ടോ.